ഹായ് എവരി വൺ, ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പും ഫിനാൻസുമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ആകുമോ എന്നറിയില്ല. റെസിനേറ്റ് ആകുന്നവർ എടുക്കുക. എല്ലാവരുടെയും മുഴുവൻ എനർജിയും ഇതിൽ കിട്ടിയെന്ന് വരില്ല. പലരുടെയും കുറച്ച് എനർജിയൊക്കെ ഇതിലുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പും ഫിനാൻസും. ഓവറോൾ എനർജി വന്നത് ഇതൊരു ഹൈറോഫൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ ഹൈറോഫൻറ്റ് നിങ്ങളുടെ കഴിവുകളെല്ലാം നിങ്ങൾ നന്നായി മനസ്സിലാക്കിയെടുത്ത് വേണ്ട സ്ഥലത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നതെന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ബുദ്ധിയും കഴിവും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. അതാണ് നിങ്ങളോട് പറയുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരു പുതിയ അവസരമാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇമോഷൻ കൂടുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊരു കാര്യവും നടക്കില്ലെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും, എന്നാൽ അത് മുമ്പോട്ടേ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചിട്ട് വേണം നിങ്ങൾ എത്തേണ്ടതായ സ്ഥാനത്ത് എത്തിപ്പിടിക്കാൻ. ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതവസ്ഥയായാലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം ഇല്ലാതാക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ആ സ്നേഹം എപ്പോഴും അത് മനസ്സിലുണ്ടാകും. അവർ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർക്കുന്നതായിട്ടാണ്. പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇതൊക്കെ തരണം ചെയ്തിട്ട് വേണം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ എന്നുള്ളതാണ് കാണുന്നത്. പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല നിലയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അത്ര സുഖകരമല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത് വന്നിട്ടുള്ള 2 of Wands എനർജിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചോയ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ടതായിട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു. പല വ്യക്തികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നിങ്ങളെ ഒരു കൺഫ്യൂഷനിൽ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ എൻഡാക്കി എന്തോ പുതിയ കാര്യം തുടങ്ങാൻ തീരുമാനിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ഒന്നുകിൽ ഒരു ഡിവോഴ്സ് വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതായിരിക്കും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നതായിരിക്കാം. ചില ആൾക്കാർക്കാണ് ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചില ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അത് നിർത്തി പോകണമോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുക. നിങ്ങൾ അവിടെ സ്റ്റക്കായിപ്പോയെന്നാണ് കാണുന്നത്. ഫാമിലിയിലായാലും ശരി, ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ശരി, പഠിക്കുന്ന സ്ഥലത്തായാലും ശരി, നിങ്ങൾക്കൊരു കംഫർട്ടബിൾ കിട്ടുന്നില്ലെന്ന് കാണുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുക. ഒരു സ്റ്റക്കായി പോകപ്പെട്ട അവസ്ഥയിലാണെന്നാണ് കാണുന്നത്. ഒരു 6 of Wands എനർജി വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ പേടിച്ച് ഭയപ്പെട്ടിരുന്നുവെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത്ത് വരുന്നതുകൊണ്ട് കോൺഫിഡൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ ആൾക്കാർ നിങ്ങൾക്ക് എതിരായിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഭയം ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാനുള്ള സാഹചര്യവും ഇല്ല. ചില കമ്പനിയിലോ ഓഫീസിലോ കുറേ അധികം ആളുകൾ നിങ്ങൾക്ക് എതിരാണെന്നാണ് കാണുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങൾ അറിയാവുന്ന എല്ലാവരും ഒരുമിച്ചും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ കിട്ടിയ തലവേദനയാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അർഹതപ്പെട്ടത് ആഗ്രഹിക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റിങ്ങിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായും കാണുന്നുണ്ട്. ഒരു 2 of Cups എനർജി വന്നിട്ടുണ്ട്. ഇത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് ബന്ധമാണെന്ന് ഉറപ്പിക്കുന്ന ഒരു ബന്ധമാണിത്. അപ്പോൾ ഒന്നുകിൽ ജോലിയിൽ പാർട്ട്ണർഷിപ്പ് ആകാം, അല്ലെങ്കിൽ പേർ തമ്മിൽ പരസ്പരം ഒന്നിക്കുന്നതായിട്ടാണ് കാണുന്നത്.
ബിസിനസ്സിൽ പാർട്ട്ണർ വരുന്നുണ്ടാവും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ആരോ ഒരു ഓഫറുമായിട്ട് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ സോൾ കണക്ഷനുള്ള ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതൊരു പോസിറ്റീവ് കാർഡാണ്. അടുത്ത് വന്ന ഒരു 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് അവിടെ 9 ഓഫ് സോഡ് വന്നതെന്ന് നോക്കാം. അനാവശ്യ കാര്യത്തെ ഓർത്ത് വറി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണത്? 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നത്. പിന്നെ 9 ഓഫ് സോഡ് വന്നതും പിന്നെ രണ്ടാമതെടുത്ത് 4 ഓഫ് കപ്പുമാണ് വന്നത്. അപ്പോൾ രണ്ടും 4 ഓഫ് കപ്പ് പറയുമ്പോൾ സാഡാണ്, വെരി സാഡ്. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഉള്ള വിഷമാണ് 4 ഓഫ് കപ്പ് കാണിക്കുന്നത്. അപ്പോൾ അനാവശ്യ കാര്യത്തെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടുന്നതായിട്ടാണ്. ഒരു എന്താണെന്ന് അറിയാണ്ടത് 9 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ആങ്സൈറ്റിയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ അനാവശ്യമായ ഒരു വിഷമം, എന്തോ സ്വപ്നം കണ്ട് പേടിച്ചത് പോലെയാണ് ഇപ്പോൾ ഉള്ളത്. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. കടുത്ത നിരാശയില്ല. എന്തോ പേടിപ്പെടുന്ന സ്വപ്നം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ് കാണുന്നത്. ഭയപ്പെട്ട അവസ്ഥയിലാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണുള്ളത് എന്ന തോന്നലാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു, മറ്റുള്ളവരെങ്ങനെയാണെന്നുള്ളതൊക്കെ. അടുത്ത് വന്ന ഒരു നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏത് പ്രതിസന്ധിയും വെട്ടിമാറ്റി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിനിപ്പോൾ ആർക്കും തടയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രതീക്ഷയുണ്ടാകുന്നു. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരുപാട് മരവിച്ച് പോയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ കിട്ടിയെന്നാണ് കാണുന്നത്. എന്തോ പുതിയ കാര്യം തുടങ്ങാൻ തീരുമാനിച്ചതായും കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഈ സമയം അവർക്കൊരു ലക്ഷ്യമാണ്. ആദ്യം നിങ്ങൾ അവരുടെ പുറകെ പോയിട്ടുണ്ടാകും, പക്ഷേ ഇപ്പം അവർ നിങ്ങളുടെ പുറകെയാണ് വരുന്നതെന്ന് കാണുന്നുണ്ട്. ഈ സമയം അവരുടെ ഗോളാണ് നിങ്ങൾ. കാലചക്രം തിരിയുന്നു, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത് വന്നിട്ടുള്ളൊരു 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. 5 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മോശം, പ്രോവർട്ടി, പിന്നെ ഐസൊലേഷൻ, രോഗാവസ്ഥ, ഇതൊക്കെയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് വന്നത് നോക്കാം. അത്രയും ഒരു പേജ് ഓഫ് പെൻറ്റിക്കിൾ. ഈ 5 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ലോസ്, രോഗാവസ്ഥ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഇതെല്ലാം ഉള്ളതാണ്. അപ്പം അതിന് നോക്കിയപ്പോൾ ആരും നോക്കിയാൽ പേജ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരു തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ബാലൻസിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടാകും. ക്യാഷ് സംബന്ധമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഒന്നുകിൽ ലോണിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ അത് ചോദിക്കണമോ പോകണ്ടയോ എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ പൈസ കിട്ടാനുള്ള കാര്യം നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കമാണ്. അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ റിസ്ക് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നൊരു 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഒരു പുതിയ കാര്യം വരുമ്പോൾ നിങ്ങൾ വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്ത് കാര്യമാണോ നിങ്ങൾ അറിയണമെന്ന് വിചാരിച്ച് അതിന് പൂർണ്ണമായ ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പം ബിസിനസ് തുടങ്ങുന്ന കാര്യമായിരിക്കും, അത് നന്നായി പോകുമോ എന്നുള്ള ഒരു ടെൻഷനായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ടുള്ള ടെൻഷനാകാൻ സാധ്യതയുണ്ട്. ഇത് ശരിയാവുമോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. റിലേഷൻഷിപ്പിൽ അകപ്പെട്ട് അകന്നു നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരുമോ, വന്നാലും നിങ്ങളുമായി നല്ല നിലയിൽ പോകുമോ,
എന്നൊക്കെ അല്ലെങ്കിൽ ഈഗോയുമായി മുന്നോട്ട് പോകുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത് വന്നിട്ടുള്ള ഒരു ചാരിയറ്റാണ്. നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ തന്നെ നിങ്ങളുടെ ആവശ്യമാണ്. ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. എന്നാലേ ഒരു കാര്യത്തിൽ ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു ഫോക്കസ് വരുന്നതായിട്ട് കാണും. എന്ത് കാര്യമാണ് നിങ്ങൾ ഫോക്കസ് കൊടുത്ത് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് തീരുമാനിക്കുക. കിട്ടാതെ കിടക്കുന്ന പണം അപ്രതീക്ഷിതമായി കിട്ടുന്നതെന്ന് കാണുന്നുണ്ട്. ആരെങ്കിലും പൈസ തരാണ്ട് അതിനു വേണ്ട പ്രാർത്ഥനയും മെഡിറ്റേഷനൊക്കെ ചെയ്ത് അത് കിട്ടാനുള്ള പണം തീർച്ചയായും കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണുന്നുണ്ട്. ഒരു ഡിറ്റർമിനേഷനോ വിൽ പവറോ ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത്. ഒരു ഹെർമിറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അകത്ത് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്നെങ്കിലേ നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സോൾ നോളജ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ ഒറ്റയ്ക്കിരുന്ന് റിഫ്ലക്റ്റ് ചെയ്യാനാണ് കാർഡ് പറയുന്നത്. നമ്മുടെ മെറ്റീരിയൽ ലൈഫിലുപരി നമ്മുടെ സോളിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന അവിടെ സന്തോഷവും ദുഃഖവും പ്രശ്നവും ഒന്നും നമുക്കുണ്ടാകും. അവിടെ നത്തിങ്സാണ്. അവിടേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് കാണുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പേഴ്സണെ കെയർ ചെയ്തിരുന്നു അതെല്ലാം ഇപ്പോൾ അവർ മനസ്സിലാക്കി നിങ്ങളെ തിരിച്ചു വരാൻ തുടങ്ങുകയും റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ മുൻകൈ എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ സോള് പറയുന്നതാണ് കേൾക്കുന്നത്. അവർക്കെല്ലാം ഉണ്ടെങ്കിലും അവർ ആഗ്രഹിച്ചൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാണുന്നത്. മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥയിലാണ് അവരിപ്പോൾ. ഇപ്പോൾ വളരെ ശാന്തമായി ചിന്തിക്കുക, എല്ലാ കാര്യത്തിനും വേണ്ട ഒരു സൊല്യൂഷൻ എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഫിനാൻസിന് വേണ്ടി 2 കാർഡും കൂടെ എടുത്ത് നോക്കാം. പെൻഡിക്കിളും 3. ഇത് 7 ഓഫ് പെൻഡിക്കിൾ പറയുന്നത് നിങ്ങൾ എത്ര ജോലി ചെയ്തിട്ടും നിങ്ങൾക്കൊരു റിസൾട്ടും കിട്ടുന്നില്ലെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വെയിറ്റിംഗ് കൂടിപ്പോയി. ഇന്ന് ശരിയാവും നാളെ ശരിയാവുമെന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പല നല്ല ഓഫറുകളും നഷ്ടപ്പെട്ടു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരുന്നതായും കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ അറിയണമെന്ന് വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് നിങ്ങൾ അറിയുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത ഏതോ വ്യക്തിയുടെ കാര്യമായി അത് നിങ്ങൾ അറിയുന്നതായിട്ടാണ് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നി. അപ്പോൾ ഇത് ഒരു തളർച്ചയിൽ നിന്ന് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതിന് കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഈ റീഡിങ് പലരുടെ എനർജിയാണ്. എല്ലാവരുടെയും എനർജി ഒന്നാവുമെന്ന് എനിക്കറിയില്ല. ചില വ്യത്യാസങ്ങളുണ്ടാവും. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു.